എൻ്റെ വീട്ടിൽ 14 പട്ടിയുണ്ട് സാറേ. ഈ 14 പട്ടിക്കുള്ള പരിഗണന പോലും എനിക്ക് എൻ്റെ അമ്മയ്ക്കില്ലായിരുന്നു. ഞാനൊരു വേലക്കാരി മാത്രമായിരുന്നു. വീട്ടു ചെലവ്, എൻ്റെ ചെലവ്, ഇതിനിടയ്ക്ക് ക്യാൻസർ വന്നപ്പോൾ ചികിത്സ, മക്കളുടെ പഠിത്തം. എൻ്റെ ഭർത്താവ് എപ്പോഴും പറയുന്നത് പണമാണ് എൻ്റെ ദൈവം എന്ന് പറയും. പണമില്ലെങ്കിൽ ഒന്നുമില്ലാന്ന്. പണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൈവം, ബന്ധങ്ങളല്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകളേക്കാൾ നടി ലൗലി ബാബുവിനെ തളർത്തിയത് കിടപ്പ് രോഗിയായ അമ്മ തൻ്റെ വീട്ടുകാരുടെ ശാപവാക്കുകൾ കേട്ട് കഴിയുന്നതായിരുന്നു. 10 ദിവസം കഴിഞ്ഞ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. തിരിച്ചു വരുമ്പം അമ്മ ഛർദ്ദിച്ച് കിടന്ന ആ ഛർദ്ദിൽ ഇവരെ അവിടെ കിടപ്പുണ്ട് 10 ദിവസം. പിന്നെ ഞാൻ ഒരു ദിവസം ചെല്ലുമ്പോൾ ഡയപ്പർ മാറാതെ നാറ്റം വെച്ച് എന്നെ കട്ടിലെ കുത്തിയിരിക്കുന്നു. അമ്മയുടെ അവസ്ഥ കൂടുതൽ മോശമായി വന്നപ്പോൾ മനോനില തെറ്റി ജീവന് തുല്യം സ്നേഹിക്കുന്ന അമ്മയെപ്പോലും തനിക്ക് വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് അവർ പറയുന്നു. ടോർച്ചറിങ്ങും ഹറാസ്മെൻറ്റും ഭയങ്കരമാണ്. ഞാൻ മരിക്കണമെന്ന് ആദ്യം ആഗ്രഹിച്ചത്. പിന്നെ ഞാൻ ഓർത്ത് ഞാൻ മരിച്ചാൽ എൻ്റെ അമ്മ കിടന്ന ഇതിനേക്കാൾ ഭയങ്കരം മരിക്കും. അപ്പം 2 പേരുടെ തീർന്നേക്കാം. പിറ്റേ ദിവസം ഡോക്ടറെ അടുത്ത് ചെന്നു. അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ ചെന്നപ്പോഴാണ് പറഞ്ഞു, ചേച്ചി ഇതൊന്നും വേണ്ട, ഇതൊന്നും ഒരു പരിഹാരം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അമ്മയെ ഉപദ്രവിച്ചു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മനഃപൂർവ്വമല്ലല്ലോ, ചേച്ചിയുടെ മാനസിക നില അങ്ങനെ ആയതുകൊണ്ടല്ലേ. അപ്പോൾ ഒന്നുകിൽ ചേച്ചി എങ്ങോട്ടെങ്കിലും മാറണം അമ്മയും കൊണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. സത്യത്തിൽ ഗാന്ധി ഭവനിലല്ല ഞാൻ ഒന്നീ വല്ല റെയിൽവേ സ്റ്റേഷനിലോ അല്ല വല്ല കുളത്തിലോ ഞങ്ങൾ ചാടി മരിച്ചു പോയി. മക്കൾ ഇന്നും എന്നും എനിക്ക് ജീവൻ തന്നെയാണ്. കർത്താവേ, അവർക്കറിയാൻ വയ്യ അവ ചെയ്തു പോകുന്നതാ. ക്ഷമിക്കണേ, നീ കണക്കിടരുത്. എൻ്റെ മക്കളോട് എനിക്കൊരു വൈരാഗ്യമൊന്നുമില്ല. എൻ്റെ അനുഭവങ്ങളോ അമ്മയുടെ അനുഭവങ്ങളോ അവർക്കുണ്ടാവരുത് ഭാവിയിൽ. കഴിഞ്ഞ 1 വർഷത്തിലധികമായി ഗാന്ധി ഭവനിൽ കഴിയുന്ന ഈ അമ്മയ്ക്കും മകൾക്കും സ്വന്തം വീട്ടുകാരുൾപ്പെടെ ആരോടും തന്നെ പരാതിയോ പരിഭവമോ ഇല്ല.